Hi friends, welcome to my YouTube channel. ഇത് ജനോവ ട്രിപ്പിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആണ്. ഈ വീഡിയോസ് ഞങ്ങൾ പോയ അക്വേറിയം അത്രയും വലിയൊരു അക്വേറിയം ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വീഡിയോസ് തന്നെ വരാൻ കാരണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയും എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു. ഇത് ലാസ്റ്റ് വീഡിയോ ആണ്, നിങ്ങൾ എൻജോയ് ചെയ്യാം. പിന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക, എനിക്കിതിൻ്റെ ഇടയിൽ ഒരു വോയിസ് ആയിട്ട് കേട്ടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വോയിസ് ഒന്നും ഇടാത്തത്. നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഓക്കെ, എൻജോയ് ദ വീഡിയോ. അച്ഛനെ കിട്ടിയാ ഫ്രണ്ട്സ്, ഈ ആമേൻ്റെ ഇവിടെ ഞാൻ ഒരു വോയിസ് ഇടാൻ കാരണം ഇത് പ്രത്യേകം പറയണമെന്ന് തോന്നി. ഈ ആമയ്ക്ക് എത്ര വയസ്സായെന്നറിയോ? 100 വയസ്സായി. അതായത് 100 വർഷം പഴക്കമുണ്ട്. ഈ കാണുന്നത് റെഡ് ലൈറ്റ് അവർ ബ്രീഡിങ്ങിനായിട്ട് ഇടുന്ന സമയത്ത് ലൈറ്റ് കൊടുത്തിരിക്കുന്നതാണ്. അത് എനിക്കൊന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഇതിലിട്ട് ആഡ് ചെയ്യുന്നത് കേട്ടോ. വരുന്നുണ്ട് വരുന്നുണ്ട്.
ഹേയ് ഫ്രണ്ട്സ്, ഈ കാണുന്നത് നമ്മളുടെ കടലിൻ്റെ അടിത്തട്ടാണ്. ഇതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് നമ്മൾ പലപ്പോഴും വേസ്റ്റ്, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ് കടലിൽ തള്ളുമ്പോൾ അത് ദ്രവിക്കാതെ കടലിനടിയിലുള്ള ജീവികൾക്ക് അതൊരു ഉപദ്രവമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ വളരെ കാലം വർഷങ്ങളോളം അതിങ്ങനെ കെടുക്കും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് കണ്ടപ്പോൾ എടുത്തു വെച്ചാണ് ഒരു ജനങ്ങളിലേക്കുള്ള ഒരു അറിവും കൂടിയാണ് അതെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ആ വീഡിയോ ഇതിൽ ആഡ് ചെയ്യാൻ കാരണം. പക്ഷെ അവരൊരുമിച്ച് അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. ഈ ലാസ്റ്റ് ഈ ഇത് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ടെന്ന് പറഞ്ഞത്. കണ്ട ഒരു ബോൾ പോലത്തെ, അതിൻ്റെ ഉള്ളിൽ ഈ കൊക്ക് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്, നല്ല റെഡ് കളറിലുള്ള കൊക്ക്. അതിന് ഞാൻ പുറത്തുനിന്ന് കുറേയൊക്കെ ഷൂട്ട് ചെയ്ത് ഇതിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ആവുകയാണ്. ഈ വീഡിയോ ജനോവ ട്രിപ്പിൻ്റെ വീഡിയോ ടോട്ടൽ ഫിനിഷ് ആവുകയാണ്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ അന്ന് എടുത്തു വെച്ച എൻ്റെ ലാസ്റ്റ് ഒരു ബൈ ബൈ പറച്ചിലും കൂടി അന്ന് ഈ പറഞ്ഞ പോലെ എടുത്തു വെച്ചാണ്. ഞാൻ പറഞ്ഞായിരുന്നു ഇതിനൊക്കെ ഇച്ചിരി അധികം സമയം എടുത്തു അപ്ലോഡ് ആക്കാനായിട്ട്, അന്നേ അത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വൈൻഡപ്പും കൂടി കേട്ടിട്ട് ഈ വീഡിയോ
ശരിക്കും വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ. ഹായ് ഗൈസ്, നിങ്ങളിപ്പോൾ ഇത്രയും നേരം കണ്ടത് എന്താ പറയുക, മറൈൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഞാനിത് 2 വീഡിയോ ആയിട്ടായിരിക്കും ഇടുക, എനിക്കറിയില്ല. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്കറിയില്ല ഞാനിത് എങ്ങനെ ഇടാൻ ഉദ്ദേശിക്കണേന്ന് പോലും. ഓക്കെ, എന്തായാലും ഈ ട്രിപ്പ് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് കാണാനായിട്ട്. അപ്പോൾ ഓക്കെ, ബൈ.